എന്താ വിഷയം? ഒരു ഫുള്ള് എപ്പിസോഡ് തന്നെ ചെയ്യണം. എന്താ വിഷയം? നമ്മള് ഓരോ വീഡിയോ നമ്മളെ സാധാരണ എടുത്ത് വെക്കണം. ഇവിടെ വന്ന് എടുക്കണം. ഇവന്മാരെ എല്ലാ പ്രാവശ്യം ഇത് തന്നെ പരിപാടി വന്നെടുക്കുന്നു. സാധനം പെരുക്കിക്കൊണ്ട് പോകുന്നു. നമ്മുടെ സാധനം എടുത്തോണ്ട് കാണുന്ന വെച്ച് അല്ലാതെ കൈയിട്ടുമാര് കുപ്പി തെരഞ്ഞു വെച്ചേക്കണം. ഇവന്മാരെ കൊണ്ട് ശല്യമുള്ള മറ്റേ മോട്ടോർ വണ്ടി ഇത് മോട്ടോർ ആയിരിക്കുള്ളൂ. ഇവന്മാര് ഈ സാധനത്തിൽ വന്ന് എടുത്തോണ്ട് അല്ല വൈകുന്നേരം ഒരു 6 മണി തൊട്ടേ വെളുപ്പിന് 6 മണി വരെ വെക്കരുത്. എത്ര ആവശ്യം ആ വീഡിയോ ഞാനിട്ട് അല്ല അന്ന് गाड़ी लेके जा भी रहे तो वो पूरा लेके जाएगा. ഇപ്പൊ ഇതിന്ന് എടുത്താ ചാക്കിന്ന് സൗണ്ട് കേട്ടോ നോക്കിയേ. പറഞ്ഞേ രാവിലെ കക്കാറങ്ങനെ അടിക്കേണ്ടി വരേക്കാം. इज्जत नहीं है. कहीं हो क्या यहाँ पे चोरी करके ही देता है. നല്ലണ്ട നമ്മുടെ നിയമപാലകർ കൊള്ളൂല്ല. അതാണ് എടുത്തു വെച്ചാണ് കറക്റ്റായിട്ട് വണ്ടിയായിട്ട് വന്നപ്പോ ഫ്രണ്ടിൽ തന്നെ ചാക്ക് എടുത്തോണ്ട് പോണ അങ്ങാടി. എന്താ വെച്ച് വണ്ടി 5 മിനിറ്റ് മനസ്സിലായ 5 മിനിറ്റ് വണ്ടിയും കൊണ്ട് ഒരു സാധനം നീ കൊണ്ടുപോലും ഇവിടുന്ന്. അതോടെ വെച്ച് സോറി പയ്യൊന്നുമില്ല ബടിയായിക്കോളൂ. അല്ല നീ തിരിച്ചവനെ കൊണ്ട് തിരിച്ചൊപ്പിച്ചിട്ട് കിട്ടോ അങ്ങനെ ഉണ്ടായി. നീ സോറി പറഞ്ഞോട് നിൽക്കോളൂ. അതവിടെ വെച്ചു कितना साल हो गए इधर? मैं 2 साल. 2 साल. तुमको नहीं मालूम? वो मैं बेस रखा हुआ भैया, मेरे को मालूम है. आई क्या नाम है तेरा? रफी. किधर है काम? किधर है वो? बीएनआर. वो उधर है तेरा रूम बीएनआर में? जी. हाँ किसका दुकान है? हाँ मेरे को मालूम. എന്ത് ചാക്ക് നമ്മുടെ കയറ്റിയാ? ആ കുഴപ്പം. അല്ല കുറച്ച് പ്രതികരണങ്ങളല്ലാണ് ഇത്. ഒരു സ്ഥിരം ഇതല്ലല്ലോ ഇതിലും വലുതാണ് നടക്കണത്. ഇന്ത്യക്കാരനാ ചാക്കിന് വേണ്ടി കുറെ അവരുടെ അടുത്ത് കെഞ്ചി നോക്കി, അവർ കൊടുത്തില്ല. കാരണം അവരെയും പറഞ്ഞിട്ട് തെറ്റില്ല. കാരണം ഇതിന് മുന്നേ ഇത് തന്നെയായിരുന്നു ഇവർക്ക് കിട്ടിയത്. ഇപ്പൊ ഈ സമയം ഇതിൽ വന്നുകൊണ്ടാണ് അവനെ പിടിക്കപ്പെട്ടത്. ആ വണ്ടിയിൽ കൊണ്ടുപോയി ലാസ്റ്റ് ചാക്ക്. അപ്പൊ എന്തായാലും രാവിലെ ഒരു പ്രതികരണം കണ്ടിട്ടാണ് എഴുന്നേറ്റ്. വളരെ സന്തോഷം തോന്നി. അപ്പൊ പിന്നെ നിങ്ങൾ ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾ കണ്ട വണ്ടി തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലാണ്. അവര് എടുത്തു വെച്ചേക്കട ഇന്ന് കുറച്ച് കൊണ്ടുപോയി. അത് ആ രീതിയിൽ കമ്പയർ ചെയ്യണ്ട. കാരണം ഞാനത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പല രീതിയിൽ നമുക്ക് ചിന്തിക്കാമല്ല. എന്തൊക്കെ രീതിയിൽ ഒരു വീഡിയോ പുറത്തേക്ക് കൊടുത്ത ആൾക്കാർ എന്തൊക്കെ രീതിയിൽ ചിന്തിക്കാമല്ലേ, എങ്ങനെയൊക്കെ പറയുക അതിന്, അല്ലെങ്കിൽ ഇങ്ങനെ കമൻറ്റ് വരും. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കുക. അത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല. എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു കാണാൻ ഒരു പ്രാവശ്യം പൊളിച്ചു കൊണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ഇന്ത്യക്കാരൻ അതിൽ ഇറങ്ങി നിന്നിട്ട് കേബിൾ മറ്റേ ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ലോകം മുഴുവൻ ഇത്രയും വലിയ കള്ളന്മാരുള്ളത് ഇത് ചേർന്നല്ലേ പോട്ടെ എന്നോർത്ത് ഞാനതൊന്നും കണ്ണടച്ച് വിട്ട് ആ ടൈമിൽ. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഞങ്ങളുടെ പള്ളിപ്പറമ്പിൽ നിന്ന് ഒരു 2.5 ലക്ഷം രൂപയുടെ കേബിൾ കൊണ്ടുപോയായിരുന്നു പള്ളിപ്പെരുന്നാളിൻ്റെ ടൈമിൽ. വില കൂടിയ കേബിൾ കാണാം. അപ്പം കൊണ്ടുപോയിട്ട് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ, എൻ്റെ ആ വീഡിയോ ക്ലിപ്പ് മറ്റേത് ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആ ഒരു ശരീരപ്രകൃതി അല്ലെങ്കിൽ ശരീരപ്രകൃതി വെച്ച് അവൻ നടക്കുന്ന ഒരു ശൈലി ഇതൊക്കെ വെച്ചിട്ട് ആ കാണയിൽ ഇറങ്ങിയവൻ തന്നെയാണ് ആ കേബിൾ കൊണ്ടുപോയതിൽ ഒരാളെന്നുള്ളതാണ്. പക്ഷെ എനിക്ക് അതിന് ശേഷമാണ് കിട്ടിയിട്ടില്ല. കണ്ടെനിക്ക് മനസ്സിലാവും, ഇപ്പോഴും കണ്ടെനിക്ക് മനസ്സിലാവും. പക്ഷെ അതിന് ശേഷമാണ് കിട്ടിയിട്ടില്ല, എൻ്റെ മുമ്പിലും കിട്ടിയിട്ടില്ല. ആ വീഡിയോ എൻ്റെ ഇത് പോവുകയും ചെയ്തു. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ച് വിടുന്നത് ചിലപ്പോൾ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കള്ളത്തരം നമ്മൾ കണ്ണടച്ച് വിടുമ്പോൾ വലിയ കള്ളനായി മാറുകയാണ്. നമ്മുടെ നാടൊക്കെ പോണ വഴി കണ്ടില്ല. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വേണമെങ്കിൽ ചിലതൊക്കെ പിടിക്കപ്പെടണം, ചിലതൊക്കെ പ്രതികരിച്ച് കൊടുക്കണം ജനങ്ങൾ ഇതേപോലെ. അപ്പോൾ എന്താണ് കള്ളത്തരമൊക്കെ ഉണ്ടാകുക ക്ലിയർ ചെയ്ത് പോയാൽ മതി. അങ്ങനെ അംഗീകരിച്ച് മര്യാദക്ക് പിന്നെ അങ്ങോട്ട് പോയാൽ മതി. അതേ പറയുള്ളൂ. കാരണം കൂടുതൽ ഈ ടീമാണിപ്പോൾ. അപ്പോൾ എല്ലാവരും അങ്ങനെ അല്ലെങ്കിലും കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെന്താണ് വേറൊരു ശാപം എന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ ശാപം എന്ന് വെച്ചാൽ തൊട്ടടുത്ത വീട്ടിൽ ഒരു മോഷണം നടന്നാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടന്നാൽ ബാക്കിയുള്ളവർ ഇരുന്ന് ഉറങ്ങണ പോലെ വീട്ടിലിരിക്കും. അതായത് എന്താണ് അവിടെ നടന്നത്, എന്താണ് ഒന്ന് അന്വേഷിക്കാനോ അതിൻ്റെ കൂടെ നിൽക്കാനോ ഒരു താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അതായത് അവരവരുടെ വീട്ടിൽ നിന്ന് പോകുമ്പോഴേ പഠിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇരിക്കുന്നവരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, എപ്പോഴെങ്കിലും യോഗം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇതേപോലെ വില പിടിപ്പുള്ള എന്തെങ്കിലും പോകും കേട്ടാ. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ട ചിലപ്പോൾ തൊട്ടടുത്തുള്ള നാട്ടുകാരായിരിക്കും. മനസ്സിലായി? അപ്പോൾ അതാണ് ചിന്തിക്കുക. അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മളൊന്ന് വീണ് കിടന്നാൽ പോലും ഓടി വന്ന ആരാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിച്ച് ജീവിക്കുന്ന നല്ലതായിരിക്കും. എപ്പോഴും കണ്ണടച്ചിരിക്കാതെ ഞങ്ങളുടെ ലോകം സേഫാണെന്നും പറഞ്ഞിരിക്കാതെ
ഒന്നപ്പുറപ്പുറം ഒന്ന് ഓടിച്ചു വിടുന്നത് നല്ലതായിരിക്കും. അവരവരുടെ വീട്ടിലെ ഉള്ളിൽ കയറി ചെകയാരും ചിക്കിയാരും എന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കാം. ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്യേണ്ടതാണ്, നിങ്ങൾ അറിയേണ്ടതാണ്, അതുകൊണ്ടാണ് ഫോളോ ചെയ്തിട്ടേക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.